Hi dear friends, എന്തൊരു വിശേഷം സുഖമല്ലായിരിക്കും കുറച്ച് ഇച്ചോട് പറയാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊരു വിശേഷം സുഖമല്ലായിരിക്കും. ടേസ്റ്റ് ഓഫ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അത് തന്നെ ഒന്നും പറയുമ്പോൾ തന്നെ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. ഒരു മിനിറ്റ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊരു വിശേഷം സുഖമല്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്, ഇന്ന് റെസിപ്പി അല്ല വ്ളോഗല്ലേ, അടിപൊളി ഡേ ഇൻ മൈ ലൈഫ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊരു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഇന്നത്തെ എന്തെന്ന് ഡേ ഇൻ മൈ ലൈഫ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊരു വിശേഷം സുഖമല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ്. സൗണ്ട് ആക്കല്ല. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴുള്ള അവസ്ഥയാണ് നീ കണ്ടത്. ഒരുപാട് കോമഡികളും ഒരു 5-6 പ്രാവശ്യമുള്ള റീടേക്കെല്ലാം കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. ഫുള്ള് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി ഒരു എപ്പിസോഡ് തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമ്മുടെ ബട്ടൂർ ഉണ്ടാക്കാമെന്നാണ്. അതുപോലെ തന്നെ നല്ല നാടൻ ചീര എങ്ങനെ വറുക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നൊരു റിക്വസ്റ്റ് തന്നെയാണ്. ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതൊക്കെയാണ് വലിയൊരു സന്തോഷം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇന്ന് രാവിലെ തന്നെ എണീച്ചെന്ന് പറയുന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കാരണം സ്കൂളിൽ പോകാനില്ല കുട്ടികൾക്ക്, അതുപോലെ തന്നെ ജോലിക്കൊന്നും പോകാനില്ല. അപ്പോൾ ഇതാ കുറേ നാളത്തിന് ശേഷം നല്ല വലിയ പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കായൊന്ന് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്. അപ്പോൾ ഇത് ചായക്കുമായി ബ്രേക്ക്ഫാസ്റ്റിനുമായി അതിന് വേണ്ടിയിട്ടാണ് ആക്കുന്നത്. ലോക്ക്ഡൗണൊക്കെ ആയതിനു ശേഷം ഇവിടെ പഴത്തിനൊക്കെ നല്ല റേറ്റാണ്. അതുപോലെ തന്നെ നല്ല പഴുത്ത് പാകമായിട്ടുള്ള പഴം കിട്ടലൊക്കെ കുറവാണ്. അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ ഏതായാലും പഴം നിറക്കാമെന്ന് വിചാരിച്ച്. കുറേ നാളായി പഴം നിറക്കലും പഴം വാട്ടലും ഒക്കെ ചെയ്തിട്ട്. ഏതായാലും നമ്മുടെ നാട്ടിലെ സ്പെഷ്യലാണല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഴം നിറക്കുന്നത് എങ്ങനെയാണെന്നും പഴം വാട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കാം. അപ്പോൾ ഇതാ പഴം നിറക്കാൻ അവിടെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറുപയറൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നു ഉച്ചക്കേക്ക് വേണ്ടിയിട്ട്. അതവിടെ കിടന്ന് പൊതിരട്ടെ. അപ്പോഴേക്കും നമുക്ക് പഴം നിറച്ചെടുക്കാം. അപ്പോൾ ഇത് പഴം നിറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പഴത്തിനേക്ക് ഒരു മുട്ട തന്നെ ധാരാളം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരയൊക്കെ ചേർക്കുകയാണെങ്കിൽ അപ്പോൾ ബാക്കിയില്ല മുട്ട നമുക്കിങ്ങനെ വെറുതെ എടുത്ത് തിന്നാം, അതൊരു രസമാണ്. അപ്പോഴേക്ക് ഇതാ മക്കളെല്ലാം എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചായ കൂടി കട്ടൻ ചായ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് ഞാൻ മുറ്റത്തേക്ക് വന്നിട്ടായില്ലത് ചീര വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കേക്ക്. വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള നല്ല അടിപൊളി കാഴ്ചയാണ് ഇത്. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് ചീരയും ഉണ്ട്, അതുപോലെ തന്നെ പുതിനയിലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചീര എടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ നല്ല പൊരി വെയിലായിട്ടുള്ള കാലാവസ്ഥയാണെന്ന് അറിയാമല്ലോ ഗൾഫ് കൺട്രീസിലൊക്കെ. എന്നാലും നമുക്ക് ചീരയും അതുപോലെ തന്നെ വെണ്ടയും വത്തക്ക അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായി പിടിക്കുന്ന സമയമാണിത്. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കണം. പിന്നെ ചോറിനുള്ള അരി പൊതിർത്തി വെക്കുകയെന്ന്, മട്ട റൈസാണ്, അപ്പോൾ നേരത്തെ പൊതിർത്തി വെക്കുകയെന്ന്. പിന്നെ ഇന്നുണ്ടായ കാര്യമായിട്ടുള്ള പണി തന്നെ ഇതാ ഒരു 3 തേങ്ങ ഞാനിവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ചിരകി എടുക്കലാന്ന്. അപ്പോൾ ഗ്രൈൻഡറിലാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്നാവും. അപ്പം ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, ഞാൻ തേങ്ങ ചിരകാനുണ്ടെങ്കിൽ ഒന്നിച്ച് ചിരകിയിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കുറച്ചായിട്ട് കെട്ടി വെക്കലാന്ന് ഫ്രീസറിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നല്ല ചൂട് വെള്ളത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കിഴികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ടായിട്ടില്ല, കുറച്ചൊന്ന് ചീരക്ക് ഇടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചെറുപയറിൽ കുറച്ചൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഇതിങ്ങനെ സെറ്റാക്കി വെക്കുകയെന്ന്. അപ്പോൾ നമുക്ക് കറിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കാം. തേങ്ങ ചിരകണ്ടേന്ന് വിചാരിക്കുമ്പോൾ ഒരു മടി തന്നെയാണ്, പക്ഷെ ചിരകി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖം, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ചീരേനെ മുറിച്ചെടുക്കുകയെന്ന്. അപ്പോൾ ചീരയിലേക്ക് ഒരു കഷ്ണം ഉള്ളി, അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും അതിട്ട് കൊടുക്കാം. പിന്നെ നന്നായി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ ചീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കരടി ചേർക്കുന്ന കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
അപ്പോൾ ചട്ടിയിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ചെറിയ തീയിലായാലും ഗ്യാസിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതാ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയും കൂടിയായിരിക്കും. അപ്പോൾ കിച്ചൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് എത്തി നോക്കും മക്കളെ കാര്യം, എന്ത് ചെയ്യുന്നു, എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാൻ. പ്രത്യേകിച്ച് അവരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് കാര്യമായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ബിസിയാണ്. ഹസ്ബൻഡും വന്നിട്ടുണ്ട് ഉച്ചയാകുമ്പോഴേക്കും. മൂന്നാളും കൂടി ഭയങ്കര തിരക്കിലാണെന്തോ കാര്യമായിട്ട് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ വെളുത്തുള്ളി ചമ്മന്തിയും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് കിച്ചണിലേക്ക് വന്ന് തേങ്ങ ചിരകിയതുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് നന്നായി ഒന്ന് ജ്യൂസിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പൊള്ളുന്ന ചുവന്നരി ചോറ്, അതുപോലെ തന്നെ ചെറുപയർ പുഴുങ്ങിയത്, ചീര വറവ്, അതുപോലെ തന്നെ നല്ല സ്പെഷ്യൽ മാങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് ചട്ടിയിലാണ് കഴിക്കുന്നത്. അപ്പോൾ ചീര ഉണ്ടാക്കി ചട്ടിയിൽ തന്നെ ചോറിട്ടൊന്ന് പെരക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. ചട്ടി കഴിക്കാനൊരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ വെളുത്തുള്ളി ചമ്മന്തി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ നല്ല വെന്തുടഞ്ഞ ചെറുപയർ, അതുപോലെ തന്നെ ഇതാ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഞാൻ പറഞ്ഞില്ല, ഇത് ലുലുന്ന് വാങ്ങിച്ചതന്നേ കഴിഞ്ഞ ദിവസം രാത്രി. അപ്പോൾ അവിടെ നല്ല ഓഫർ ഉണ്ട്, ഇപ്പം മാംഗോ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ മാങ്ങ അച്ചാറാണ്. സാധാരണ റെഡിമെയ്ഡ് മാങ്ങച്ചാർ വാങ്ങി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതിൽ എണ്ണയൊക്കെയായി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നത്, ഇതൊക്കെ കണ്ടില്ലേ, മാംഗോൻ്റെ ഇഷ്ടംപോലെ നല്ല അടിപൊളി കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് നമ്മൾ വാങ്ങിയില്ല, നമ്മൾ കുറച്ച് മാങ്ങയും അതുപോലെ തന്നെ ഈ മാങ്ങ അച്ചാറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ചോറൊക്കെ കഴിഞ്ഞ് മക്കളിതാ പിന്നെയും കളിക്കുകയാണ്. അപ്പോൾ കളിക്കുന്നതിനിടയ്ക്ക് അവർക്ക് തിന്നാൻ വേണ്ടി ഞാൻ പോപ്കോൺ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കളിക്കല്ലാണ്ട് പുറത്ത് പോകാനൊരു ഓപ്ഷനില്ല, കാരണം നല്ല പൊരി വെയിലാണ്. വീട്ടിൽ തന്നെ അത്യാവശ്യം ചൂടുണ്ട് അകത്തിരിക്കുമ്പോൾ തന്നെ. പോപ്കോൺ ആകുമ്പോൾ പെട്ടെന്ന് റെഡി ആവില്ല. ഞാനിത് ഇവിടെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടല്ലേ, അപ്പോൾ അവർ പിള്ളേർ ആവശ്യത്തിന് തിന്നോളും കളിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നല്ല ചിലവാണ്. അപ്പോൾ ഇതാ കളിക്കുമ്പോൾ ഇത് കൊണ്ടുവച്ച് കൊടുത്താൽ അവരെങ്ങനെ കഴിച്ചോളും അവിടെ നിന്ന്. അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, അതിനൊക്കെ നല്ല ചിലവാണ്. അപ്പോൾ ഇന്നേതായാലും ഞാൻ വൈകുന്നേരം കുറച്ച് ബിസ്ക്കറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആട്ടയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ബിസ്ക്കറ്റ് മൈദയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മക്കൾക്കല്ല, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ ആട്ടയാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ്. പിന്നെ ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഉരുക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പഞ്ചസാര ഒന്ന് പൗഡറാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ. പിന്നെ ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലും ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം പാല് ചേർത്താൽ മതി. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ച് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് 3 പീസാക്കിയെന്നേ, 3 പാർട്ടാക്കിയിട്ട് ഒന്ന് 3 ഉണ്ടയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ 3 ഉണ്ടയാക്കിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ 3 സ്റ്റൈലിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റൊരു സ്റ്റൈലിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു സെയിം ഡോ വെച്ചിട്ടാണ് നമുക്ക് ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഒന്നാമത്തെ ബോളിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് അതൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓവനിലാണ് ബിസ്ക്കറ്റ് റെഡിയാക്കുന്നത്. ഓവനിലാകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ ഇവിടെ ട്രേയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല ബിസ്ക്കറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് അധികം കട്ടിയില്ലാണ്ട് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതാ നമ്മൾ നേരത്തെ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് ഇതാ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിൽ വറുത്തിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്, നമ്മൾ സാധാരണ ബിസ്ക്കറ്റിലൊക്കെ കാണാറില്ലേ മുകളിൽ ചോക്കോ ചിപ്സ്, അതുപോലെ തന്നെ കാഷ്യൂ. നമുക്ക് ഇഷ്ടമില്ല, നമ്മൾ കുട്ടികൾക്ക് എന്താ ഇഷ്ടമില്ലെന്ന് വെച്ചാൽ ആ ഒരു ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വേറൊരു സ്റ്റൈലാക്കാൻ വേണ്ടി ഞാൻ 3-4 ബിസ്ക്കറ്റിൻ്റെ നടുവിൽ കുറച്ച് ഹോളാക്കി കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് ജാം ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കാണാനും നല്ല ഭംഗിയുണ്ടാകും. കാണാൻ പ്രത്യേകിച്ച് റെഡ് കളർ ജാമൊക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ എന്തൊക്കെയാണോ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കത് ആഡ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഇത് വെക്കാം. അപ്പോൾ 180 ഡിഗ്രിയിലാന്നേ. 180 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ് മാക്സിമം. അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടാകും കുക്കീസെല്ലാം. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രീ ആണ്. ആ ഒരു സമയം ഞാൻ ജസ്റ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഡോറിൻ്റെ താഴെ തന്നെ ആയിട്ട് കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വെണ്ടയും അതുപോലെ തന്നെ കുറച്ച് വത്തക്കൻ്റെ ഒക്കെ സീഡ് നട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയൊരു വള്ളിച്ചെടിയുണ്ട്, നല്ല ഭംഗിയുള്ള. മുറ്റത്ത് ഇറങ്ങുമ്പോൾ തന്നെയുള്ള കാഴ്ചയാണ്. പിന്നെ ഇതാ വീടിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ കാണിച്ചു തന്നല്ലോ ചീര. അപ്പോൾ ഇതാ വൈകുന്നേരം കുറച്ച് ചീര വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇതാ നമ്മുടെ കുക്കീസെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് നമ്മൾ എപ്പോഴും ഓവനിൽ നിന്ന് എടുത്ത് നന്നായി ചൂട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ബോക്സിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അപ്പം തന്നെ ട്രെയിൽ നിന്ന് എടുക്കാനും പാടില്ല. നന്നായി ചൂടൊക്കെ ആറിയതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നല്ല മൈദയിൽ മാത്രമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടും, ഒരു ക്രീം കളറിൽ. ഇപ്പം ഇത് ഞാൻ ആട്ടയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളറ്. പക്ഷേ ഹെൽത്തിയാണ്, നല്ല ക്രിസ്പിയാണ്. പിന്നെ വൈകുന്നേരത്തെ ചായ കൂടിയും അതുപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് പിന്നെയും വന്നിട്ടായുള്ളത്. അപ്പോൾ ബട്ടൂറയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ദിവസമായി മോനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബട്ടൂറ വേണമെന്ന്. അപ്പോൾ ഇതാ ബട്ടൂറയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ആട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൈദയിൽ മാത്രമാണെങ്കിൽ നല്ലൊരു പശ പോലെ ഉണ്ടാവും. അപ്പോൾ ആട്ടയും കൂടിയാണെങ്കിൽ പെട്ടെന്ന് ഉറച്ച് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു നുള്ളി ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഒന്ന് ടൈറ്റ് ആയിരിക്കണം. കാരണം നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ട്. റെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോഴേക്കും നല്ലോണം അങ്ങ് സോഫ്റ്റായി പോവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം പാലൊഴിച്ചിട്ട്, അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പൊക്കെ പാൽ മതിയാവും. അപ്പോൾ നിങ്ങളെടുത്ത മാവിനനുസരിച്ചിട്ട് അതിൽ പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ തൊട്ടാൽ ഒന്ന് പ്രസ്സാവുന്ന രീതിയിൽ മാത്രം മതിയേ, അധികം സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായി തടവണം അതിൻ്റെ മുകളിലൊക്കെ. എന്നിട്ട് വേണം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണ്. ഇനി നമുക്കിത് 2 മണിക്കൂർ കഴിഞ്ഞെടുക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചിക്കൻ മഞ്ഞക്കറി റെഡിയാക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള കറിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ബട്ടൂറക്ക് മാത്രമുള്ള കറി എന്ന് പറയാം. അപ്പോൾ നല്ല തേങ്ങാപ്പാൽ വേണം. ഇപ്പം ഇന്നേതായാലും തേങ്ങ ചരച്ചുകൊണ്ട് നല്ല അടിപൊളി കറിയാക്കാമെന്നും കൂടി വിചാരിച്ച്. ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്യണം. ഈ ഒരു മഞ്ഞക്കറി നല്ല ടേസ്റ്റിയാണ്, പ്രത്യേകിച്ച് ബട്ടൂറക്ക്. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബട്ടൂറെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അപ്പോൾ ബട്ടൂറൊക്കെ പരത്തുമ്പോൾ ഞാൻ ഇതിൽ പൊടി ചേർക്കാറില്ല. ഇതുപോലെയുള്ള കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് ചെറിയ ഉണ്ടയാക്കിയിട്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാനിത് പൂരിക്ക് പരത്തും പോലെ നല്ല റൗണ്ടായിട്ടല്ല കേട്ടോ പരത്തൽ, റൗണ്ടായി പരത്തും. എന്നിട്ട് ഇതുപോലെ 3-4 പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, അങ്ങനെ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല, ഒരു റെക്റ്റാങ്കിൾ അങ്ങനെ പല ഷേപ്പിലായിട്ട് എടുത്തിട്ടാണ് ബട്ടൂറ ചുട്ടെടുക്കൽ. അപ്പോൾ ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക്, ആവശ്യത്തിന് എണ്ണ വേണം. ഈ ഒരു ബട്ടൂറ നമ്മൾ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് മുങ്ങിപ്പോണം. പിന്നെ ഇതാ ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും അത് പൊങ്ങി വന്ന് നന്നായി വീർത്തിട്ട് തന്നെ വരും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ പരത്തി വെക്കാറില്ല, ഓരോ പ്രാവശ്യം ഇങ്ങനെ പരത്തി ചുട്ടെടുക്കുക ചെയ്യൽ.
അപ്പോൾ ഇതാ നമ്മുടെ ബട്ടൂറയുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി വരികയാണ്. അതുപോലെ തന്നെ ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചുട്ടെടുക്കുകയാണെങ്കിൽ ബട്ടൂറ നല്ല പെർഫെക്റ്റ് ഷേപ്പിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇത് അൽഹംദുലില്ലാ നമ്മളെ ഡിന്നറിൽ റെഡി ആയിട്ടുണ്ട്. ബട്ടൂറയും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി മഞ്ഞക്കറിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഞാൻ ഏതൊരു ടൈപ്പ് വീഡിയോ ആണ് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പലരും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ല എന്ന്. അപ്പം ഒന്നുകൂടി കൺഫേം ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും ഇന്നത്തെ വിശേഷം. വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ.